Hi Shafira, Hi, welcome to NC Fashion Icon. thank you so much. So Shafira Chiran, ഞങ്ങളുടെ NC Fashion Icon Talent Designer Show 2025 ഫസ്റ്റ് റണ്ണർ അപ്പ് ആണ്. Okay. So you are the most talented one എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് you have proven it. So how was your experience? നമ്മൾ ആ ഒരു കക്കാടംപൊയില് ബി റിസോർട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ആ ഒരു ഫാഷൻ ഷോയുടെ ഹോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡിസൈനർ ഷോയുടെ ആ ഒരു എക്സ്പീരിയൻസ്. First of all, I'm so proud of myself. ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എൻഷി ഫാഷൻ ഐക്കണിന് ഒരു ഇതിന് മുന്നേ ഞാൻ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ആഡ് കണ്ടപ്പോൾ അതൊരു യുണീക്കായിട്ട് തോന്നി എനിക്ക്. Different ആയിട്ട് അതെ അതെ അതെ. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ കുറേ ഷോസ് ഞാൻ നടത്തിയത് മീൻസ് വേറെ ഇതിൽ വർക്ക് ചെയ്തപ്പോൾ അസിസ്റ്റൻറ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഒരു കോമ്പറ്റീഷനായിട്ട് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇതുവരെ എനിക്കൊരു സ്ട്രൈക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ ആഡ് കണ്ടപ്പോൾ ഒരു സ്ട്രൈക്കിംഗ് ഒരു എൻഷീന്ന് പേരിൽ തന്നെ ഒരു ഭംഗിയുണ്ട്. എൻഷീന്നല്ല ഒരു അതിൽ തന്നെ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊരു പറ്റിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. അപ്പോൾ ഇതിലൊരു കോർഡിനേറ്ററായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ കോർഡിനേറ്റർ ഇങ്ങനെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വലിയൊരു പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ എന്നെ കൊണ്ടല്ല പറ്റുമോ എന്നുള്ളൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കോർഡിനേറ്റർ തന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, സ്കെച്ചസും കാര്യങ്ങളും അപ്രൂവ് ചെയ്താൽ അങ്ങോട്ടേക്ക് അലോഡ് ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു ടാസ്ക്കാണ് അത്. പെട്ടെന്ന് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തിട്ട് അത്രയും ഒരു പ്രൊഫഷണലായിട്ടാണ് ഷിബ മാമും ടീമും ചെയ്തത്. അത് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. എന്താ പറയുക, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയാണ്, ഈ നേച്ചർ തീം ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. കാരണം ഒരു പ്രതീക്ഷിക്കാത്തൊരു തീമും കൂടിയാണ് വന്നത്. കേൾക്കുമ്പോൾ അത് ഈസിയാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുന്നത് അതെ അതെ. അപ്പോൾ ഞാൻ എപ്പോഴും യുണീക്കായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം എനിക്ക് എന്തായാലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവണം എന്നുള്ള വിന്നർ ആവണം എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് എന്താണ് പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റുക. എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് തോന്നി പ്രകൃതിയിൽ കേട്ടപ്പോൾ കക്കാടംപൊയിലാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ മലമുകളിലും നല്ലൊരു ഭംഗിയുള്ള ഒരു ആംബിയൻസ്. കാരണം ഇതിനു മുന്നേ ഞാൻ നടത്തിയത് ക്രൗൺ പ്ലാസ, ബാംഗ്ലൂർ, ദുബായ് ഫാഷൻ അങ്ങനത്തെ ഒരു എന്താ പറയുക ഇൻഡോർ ഇതുമായിട്ടാണ് ചെയ്യുന്നത്, പ്ലാറ്റ്ഫോം കിട്ടിയത്. അപ്പോൾ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് കാട്ടി ഒരു വേറൊരു വെറൈറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നേച്ചർ തീം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആക്കിക്കൊണ്ട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നേച്ചറിൽ ചെയ്ത ഒരു ഷോ ആണ്. അതൊരു അതിന്റെ ഒരു ഗിന്നസ് റെക്കോർഡ് മാമിന് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. എന്നുവെച്ചാൽ ബെയർ ഫുട്ടിലെ കൂടെ അത് ഓരോരോ ആൾക്കാരും ആ ഇരുട്ടത്ത് നടന്ന ആൾക്കാർ വരുന്നത് അത് ഭയങ്കര രസമായിരുന്നു. അതൊരു എക്സാക്ട്ലി ഒരു ഭയങ്കര ഭംഗിയുള്ള എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? അബൌട്ട് യുവർ ഫാമിലി ആൻഡ് യുവർ എക്സ്പീരിയൻസ് ആസ് എ ഡിസൈനർ. സ്മോൾ ഏജിൽ തന്നെ എനിക്കിത് ആർട്ടും ക്രാഫ്റ്റിനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. എന്ത് കിട്ടിക്കുന്നതിനും എടുത്തു വെക്കുന്ന ഒരു ശീലമാണ്. അത് വീട്ടിൽ നിന്ന് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാരണം ഒന്നും കളയൂല. ഒരു ചോക്ലേറ്റിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് എന്തുണ്ടാക്കാം, എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാന്നില്ല ചിന്തിച്ചുകൊണ്ടിരിക്കും. ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ള ചിന്തയാണ് ചെറുപ്പം മുതലേ. എന്ത് കാര്യമായാലും, ഇവൺ ഡ്രസ്സിൽ മാത്രമല്ല പല സാധനങ്ങളും എടുത്തിട്ട് അത് ആൾക്കാരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. എന്നെ കൊണ്ട് എൻ്റെ ഒരു കൈത്തൊഴിൽ എന്തെങ്കിലും കൊണ്ടുവരണം, ആളെ മുന്നിൽ എത്തിക്കണം എന്നുള്ളൊരു അന്നത്തെ ആ ഒരു വർക്കില് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, നമ്മൾ പോട്ടില് മണ്ണിന്റെ പോട്ടിൽ അത് ക്ലേ മോഡലിങ്, പിന്നെ ബോട്ടിൽ പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, അങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്ത് കുറെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അങ്ങനെ നമ്മുടെ ആ ഒരു ഷോയില് ഇതുപോലെ യൂസ്ഫുൾ ആക്കിയിട്ടുള്ള എന്തെങ്കിലും ഷുവർ. കാരണം വെച്ചാൽ എൻ്റെ ഒരു തീം എന്ന് പറയുന്നത്, ഞാൻ ബി റിസോർട്ടിലല്ല ചെയ്തത്. അപ്പൊ എൻ്റെ ഒരു മൈൻഡിൽ സ്ട്രൈക്കായിട്ട് വന്നത് പിന്നെ ബി റിസോർട്ട്, തേനീച്ച. അപ്പൊ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തേന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു ഔഷധമാണ്. കാരണം തേനെന്ന് പറഞ്ഞാൽ അത്രയും മെഡിസിനൽ
വാല്യൂ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ എന്ന് പറയുന്നത് ഞാനൊരു ബിസിനസ് ചെയ്യുന്നത് കാരണം ഹണി ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർട്ടിഫൈഡ് ആണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു തീം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അതെ. അതിൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ ഈ കക്കാടംപൊയിൽ കേൾക്കുമ്പോൾ നമുക്ക് കാടും പ്രദേശങ്ങളും കണ്ടപ്പോൾ അതിലൊരു വാട്ടർഫോൾ എന്തായാലും ഉണ്ടാവും. ആ വാട്ടർഫോളിൻ്റെ ഇടയിൽ ഒരുപാട് ഗാർഡൻസ് ഉണ്ട്, ബുഷസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സിലാണ് എന്ത് വരുന്നത്, തേനീച്ച പോയിട്ട് തേനെടുത്തിട്ട് അതെ. അപ്പോൾ അത് ഭയങ്കര ഒരു അത് എനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചായിട്ട് തോന്നി വെച്ചാൽ വിത്തിൻ 5 days ഐ വർക്ക് ദിസ്. 5 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു എടുത്തിട്ട് ആ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് 5 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് 2-3 ഫ്രണ്ട്സ് സപ്പോർട്ട് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇനി അങ്ങോട്ടും ആ സപ്പോർട്ടും ഉണ്ടാവട്ടെ, ഇതുപോലെ ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ, ഗ്രേറ്റ് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. എൻഷി ഫാഷൻ ഐക്കണിന്റെ കൂടി ഇനിയും ഒരുപാട് വർക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Join with me. It's time for the interactive session and over to judges. ഹായ് എൻ്റെ പേര് ഷഫീറ, കമ്മിങ് ഫ്രം കണ്ണൂർ. ഓക്കെ ഷഫീറ, അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര എലഗൻ്റ് ആയിട്ട് തോന്നി. എന്താണ് ഇങ്ങനെ ഒരു തീം ചൂസ് ചെയ്യാൻ കാരണം? തീം തന്നിരിക്കുന്നത് നേച്ചറാണ്. ഇറ്റ്സ് എ ഗോഡ് ക്രിയേഷൻ ആൻഡ് വിത്തൗട്ട് നേച്ചർ നോ ലൈഫ്, റൈറ്റ്? സോ ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹണി കോം വിത്ത് garden and with waterfall. So നമ്മൾ ഗാർഡൻ മൗണ്ടൻസ് ലൈക്ക് കക്കാടംപൊയിൽ, ഈ കക്കാടംപൊയിൽ വെച്ചെന്ന് കാണുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തത് വിത്ത് സെയിം ലൈക്ക് നേച്ചർ ആൻഡ് ബി റിസോർട്ട്, റൈറ്റ്? ഇത് കണ്ടക്ട് ചെയ്യുന്നതും ബി റിസോർട്ടിലാണ്. സോ മൈ തീംസ് ലൈക്ക് ഹണി കോംബ് ആൻഡ് വിത്ത് ഹണി. ഓക്കെ, ദെൻ ഇറ്റ്സ് കമ്മിങ് വാട്ടർഫോൾ ഇത് ഒഴുകി വന്ന് അതിലേക്ക് മൗണ്ടൻസിലേക്ക് താഴോട്ടേക്ക് വന്നു. ഇതിൽ ഹണി കോംസ് ഉണ്ട്, ഇതിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഓരോന്നും വിത്ത് ഫാബ്രിക്സ് ആൻഡ് ക്ലേ ആൻഡ് ഓൾ തിങ്സ്. ദിസ് ഫുള്ളി ഹാൻഡ് മെയ്ഡ്. ദെൻ ഐ ടുക്ക് 5 days to this is complete. Thank you, sir. Super, nice, thank you. Thank you so much. One second. What is that cord set made of? Sorry? The cord set എന്തിലാണ് ചെയ്തിരിക്കുന്നത്? Is material. Yeah. The cord set material എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന cord set യൂസ് ചെയ്യാൻ? This is this glittery with shimmer material, and back one this garden you can see the sequins. Okay. With velvet. Fine. Thank you so much. Thank you, sir. Thank you so much, contestant number 4. So let's give a huge round of applause to contestant number 4, the designer and the designer piece. Thank you.